ഉയ്യൻ്റെ മോളെ രേണുസുതി, നീ എന്തെല്ലാ പറയുന്നു, എന്തെല്ലാ ചെയ്യുന്നു, വല്ല ബോധമുണ്ടോ? അതായത് മനുഷ്യന്മാരുടെ മുന്നിലേക്ക് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? ചില ചാനലുകളിൽ പോയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില സമയത്തൊക്കെ ഇവർ ആഘോഷിക്കുകയാണ് ഈ സുധീൻ്റെ മരണം. കാര്യം ശരിയാണ്, അയാൾ ഒന്നിനും കൊള്ളാത്തവൻ തന്നെയാണ്. ഉള്ള നാൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ മാത്രം ജീവിച്ച രേണുസുതി അയാൾ മരിച്ചതിന് ശേഷം ഇനി അങ്ങനെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇനി എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ രംഗത്തിറങ്ങി എന്നുള്ള കാര്യം നേര് തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പേരും പ്രസക്തിയും ഈ കാര്യങ്ങളൊക്കെ കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കൊല്ലസുതി എന്ന് പറയുന്നവനെ കൊണ്ട് തന്നെയാണ്. അവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വൈര്യം കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് ജീവിതകാലം മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, വാടക വീട്ടിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള യാതൊരു സൗകര്യവും ഇല്ലാതെയാണ് ഇവർ ജീവിച്ചത്. പക്ഷെ ഇപ്പോഴും ചില ചാനലുകളിലൊക്കെ പോയിട്ട് ഇന്നലെ ഇപ്പോൾ പറയുന്ന കേട്ടുവന്ന് ഞാൻ തട്ടോട്ട് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, ആരെ വേണമെങ്കിലും കെട്ടിക്കോ, ആരെ കെട്ടുന്നതിന് ഇവിടെ എന്താ തടസ്സമോ, ഇവിടെ എന്താ മുസ്ലിങ്ങളായാൽ എന്താ പ്രശ്നം, എന്താണ് തട്ടോട്ട് കിടന്ന ഇവിടെ എന്താ പ്രശ്നങ്ങൾ, എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ചാനലിൽ പോയിട്ടുള്ള കോപ്രായങ്ങൾ കാണുമ്പോൾ ചില സമയത്തേക്ക് രേണു സുധീരോട് ഭയങ്കരമായിട്ടുള്ള വിരോധം തോന്നാറുണ്ട്. അതായത് എന്തിനാണ് ഇങ്ങനെ സ്വയം അപഹാസ്യയാകുന്നത് എന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഇന്നിപ്പോഴും അതിൻ്റെ അകത്തൊക്കെ കാണുമ്പോൾ ആ ചാനലുകാർ കൃത്യമായിട്ട് വിറ്റ് തിന്നലാണ്. അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ രേണു സുധി മുസ്ലിം ആകുന്നു, രേണു സുധി തട്ടമിടുന്നു, രേണു സുധി നാളെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതാകുന്നു എന്നൊക്കെ പറയുമ്പോഴേ അവരവിടെ കിടന്ന് ഇത് ആഘോഷിക്കുകയാണ് ഈ സ്ത്രീയും. അപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മളാണോ മണ്ടന്മാർ? ഒരിതുമില്ല, ഒരു വിഷമവുമില്ല. ഞാൻ പറഞ്ഞില്ലോ, രേണു സുധിയന് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർ എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്കാർക്കും വിഷമമൊന്നുമില്ല. അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ചില സമയത്തൊക്കെ ഈ സുധിയുടെ മരണം ഒരാഘോഷമാക്കുകയാണ്. ഇനി മുതൽ ഞാൻ രേണു സുധി അല്ല, അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചനാണ്, അല്ലെങ്കിൽ മറ്റവനാണ് എന്നൊക്കെ പറയുമ്പോൾ സുധിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ, അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ശത്രുക്കൾ, ഞാൻ പറഞ്ഞല്ലോ ഈ രേണു സുധിയുടെ എന്തെങ്കിലും ഒരു എല്ലിന് കഷ്ണം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അല്ല, ഇനിയിപ്പോൾ തമാശയാണോ കാര്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. കല്യാണം കഴിക്കുന്നുണ്ട്, മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നത്, ഞാൻ നാളെ മുതൽ തട്ടോട്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രഹസനമാണോ എന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ഒരു പാവം മനുഷ്യനാ, മരിച്ചുപോയ ആ മനുഷ്യനാ അപമാനിക്കുകയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇത്രത്തോളം ഒരു തരം താഴ്ന്ന പോലെയാണ് എനിക്ക്, അത്രത്തോളം തരം താഴ്ന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? അയാളുടെ പേര് ഞാൻ മാറ്റും, അയാളുടെ പേര് മാറ്റി, അയാളുടെ വീട് മാറ്റി. ഞാനൊരു കാര്യം പറയുന്നത്, ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ചാനലുകളെയും വിളിച്ച് വായിക്ക വന്നത് കോതക്ക പാട്ട് എന്ന് പറയുന്നത് പറഞ്ഞ് അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ വന്ന് ഇപ്പുറത്ത് അതിനെതിരെ വിമർശിച്ച് കളിയാക്കി ജയിച്ച്, പിന്നെ അപ്പുറത്തുനിന്ന് തെറി വീണിച്ച് ഇപ്പുറത്തുനിന്ന് കുറേ. പക്ഷേ അതൊക്കെയാണ് ജീവിതം ഇവരുത്. എങ്കിലും ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വല്ല നേട്ടം ഉണ്ടാകുമോ, അവർക്ക് വല്ല നേട്ടം ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ ചാനലുകാർക്ക് ചിലപ്പോൾ നേട്ടം ഉണ്ടാകും. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ തംലൈനും വലിയ വലിയ കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില നാണംകെട്ട വാർത്തകൾ വരികയാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാലോ, ആ ബിഗ് ബോസിലുള്ളപ്പോൾ ഏതോ ഒരു പെണ്ണിട്ടല്ല ആ മീനങ്ങാറ്റം വിറ്റ് നടത്തിയിട്ട് വൈറലായേ, ആ മീൻ വിറ്റ് നടത്തിയിട്ടില്ല വൈറലായിട്ട്. ആ മീൻ വിറ്റ് നടന്ന പെണ്ണെന്താ പറഞ്ഞ് ഗർഭിണിയാന്ന്, അബോർഷൻ നടത്തിനി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ഞാനൊക്കെ വിചാരിച്ചത് എന്താണെന്നറിയാം, ഇവർ തിരിച്ചു വന്നിട്ട് അതിനെതിരെ ഒരു പരാതി കൊടുക്കുന്നതാണ് ഞാൻ കരുതിയത്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതുമാത്രവുമല്ല, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഒരു കൊലപാതകം തന്നെയല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് വിചാരിച്ചു, അത് സത്യമായിരിക്കും. എന്നാൽ കാരണം എന്താണെന്ന് വെച്ചാൽ തീയില്ലാണ്ട് പുകയുണ്ടാവില്ലല്ലോ, എപ്പോഴും പറയുന്നത് പോലെ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് തീ കത്തിയാൽ മാത്രമേ പുകയുണ്ടാവുള്ളൂ. അതുകൊണ്ട് രേണു സുധിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് നിങ്ങൾ ഇല്ലാതാക്കരുത്. അതായത് നിങ്ങളുടെ ചില ചേഷ്ടകൾ കാണുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് നിങ്ങളെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ കളിയാക്കുകയാണോ എന്നുള്ളൊരു സംശയം എനിക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ എനിക്ക് അതാണ് തോന്നിയത്. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താ പറയേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോഴേ അല്ല മറ്റവരൊക്കെ പറയുന്നത് ശരിയാണോ, ഇനി രേണു സുധി ഇങ്ങനെയാണോ എന്ന് നമുക്ക് പോലും തോന്നുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ വേണമെങ്കിലും ഒരു മനുഷ്യന് ജീവിക്കാം, അല്ലാതെ എന്ന് പറഞ്ഞ് ഇന്ന പോലെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, അതൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതാണ്, ഭർത്താവ് വീടുണ്ടാക്കാനും അതുപോലെ നിങ്ങളെ നോക്കാനും മക്കളെ പഠിപ്പിക്കാനും മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ രാവ് പകൽ പണിയെടുക്കും. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ട് അയാളെങ്ങാനും എങ്ങനെയെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് വേറെ കല്യാണം കഴിക്കും. ആ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് വേറൊരുത്തനാണ്. കാരണം ഓൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓനൊരു ചിലവുമില്ല,
ഓന് കുട്ടികളെ നോക്കണ്ട, അല്ലെങ്കിൽ വേറൊരു ചെലവില്ല, വീടെടുക്കണ്ട, ഒരു ചെലവുമില്ല, ഓൻ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊടുത്തുകൊണ്ട് നിന്നാൽ മതി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ. അതായത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരൊക്കെ എൻ്റെ അഭിപ്രായത്തിന് മണ്ടന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ച് കാലമെങ്കിലും ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ 2 കൊല്ലം കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്, ഇപ്പോൾ പുതിയൊരു ആരോപണം വരുന്നത് ഈ രേണു സുധിക്ക് ഇപ്പോൾ സുധീൻ്റെ ഇൻഷുറൻസ് വരാനുണ്ട്, ആ പൈസ കിട്ടത്തില്ലേ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഇപ്പോഴും കല്യാണം മാറ്റിവെച്ചിരിക്കുന്നത് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ട് അവരെ തെറ്റു പറയാൻ കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുന്നതിലോ അല്ലെങ്കിൽ വേറെ ജീവിക്കുന്നതിലോ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇൻഷുറൻസും വേണ്ട, എൻ്റെ മക്കൾക്ക് മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ നാട്ടുകാരെ എല്ലാവരെയും, അതായത് സ്നേഹിക്കുന്നവരെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് സ്വയം അപഹാസ്യയാകാതിരിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ മനുഷ്യനുണ്ടല്ലോ അയാളെ പറയിക്കാതിരിക്കുക, അയാളെ ഓർമ്മിക്കണമെന്നോ അല്ലെങ്കിൽ അയാളെ എന്നും ഇങ്ങനെ എന്താ പറയേണ്ടത്. ഞാൻ വിചാരിച്ച് അതായത് സുധി മരിച്ച ദിവസത്തെ രേണു എന്നല്ല, ഇപ്പോഴും ഒരുപാട് മാറിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. അത് ചിലയാളുടെ സാഹചര്യം കൊണ്ട് മാറും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടുകെട്ടും കമ്പനികളൊക്കെ വരുമ്പോഴും പിന്നെ അവരെ മറന്നുപോകും. പിന്നെ ഈ മറ്റേ കുറേ എണ്ണം ഡാൻസ് കളിക്കുന്നില്ലേ വന്നിട്ട് സുധീൻ്റെ ഓർമ്മ ദിവസത്തിന്, അതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം സ്നേഹമുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ പോയിരിക്കുന്നു. ഏതായാലും ആ മനുഷ്യൻ വെറും മണ്ടനാന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആർക്ക് വേണ്ടിയിട്ടായാലും അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുറപ്പാണ്. അയാൾ വെറും മണ്ടനായതുകൊണ്ടാണ്. അയാൾ മര്യാദയ്ക്ക് ജീവിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോഴും, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ശമ്പളം വാങ്ങിച്ചിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് എന്നാൽ ജീവിക്കണം എന്നൊരു മോഹം അയാൾക്ക് ഉണ്ടാവില്ല. അയാൾക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി, അതുപോലെ അയാളങ്ങ് പോയി. ഏതായാലും അയാളുടെ ജീവനും അതോട് കൂടിയിട്ട് പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘോര യുദ്ധം. ഇനിയിപ്പോഴൊരു 5-6 വർഷം കഴിയുമ്പോഴേക്ക് ആ ഇളയ ചെക്കനും കുറച്ച് പ്രായപൂർത്തിയാകും. പിന്നെ അവനുമായിട്ടും നാട്ടുകാർ യുദ്ധം ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ പോക്കാണെങ്കിൽ അപ്പം ഇതൊക്കെ അവസാനിപ്പിച്ച് അവനവൻ്റെ കാര്യം നോക്കി തട്ടമിടാതിരിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ, ഇതൊക്കെ എന്തിനാണ് വന്നിട്ട് ഈ ചാനലിൽ ഇങ്ങനെ ബളബള പറയുന്നതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അത് നിങ്ങൾ ആരെയാണ് കല്യാണം കഴിക്കുന്നത്, മുസ്ലിമിനെയാണോ ഹൂറീനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവ് പോലും, അതായത് തട്ടമിട്ട് നടക്കും, ഞാൻ ഇതാക്കി നടക്കും, എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ. ഇപ്പം എന്താ പർദ്ദ ധരിച്ച് നടക്കുന്ന എല്ലാവരും മുസ്ലിമാണോ? ഒരിക്കലും അല്ല. പല പരിപാടികൾക്ക് പോകുന്നവരും ഈ പർദ്ദ ധരിച്ചിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പാർക്കിലെല്ലാം പോയി നോക്കിയാട്ടെ, ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ പർദ്ദ ധരിച്ചിട്ട് വരും, അവരൊക്കെ മുസ്ലിം ഒരിക്കലുമല്ല. ആരും തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തട്ടമിട്ട് നടന്നാലൊന്നും ഒരിക്കലും മുസ്ലിം ആവില്ല, പർദ്ദയിട്ട് നടന്നാലും മുസ്ലിം ആവില്ല. കാരണം അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗ്യതയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ചിട്ടവട്ടവും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക, ഈ ചാനലുകൾ വന്നിട്ടുള്ള ഈ ഒരു ഗോഷ്ഠി അത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. നന്ദി, നമസ്കാരം. ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാം. ഞാൻ പറഞ്ഞിട്ടൊന്നും നന്നാവുന്നില്ല, വിശ്വാസമൊന്നുമില്ല. ബൈ ബൈ.